ഹായ്. അപ്പം ഞാൻ കഴിഞ്ഞ എന്താ 2 ദിവസത്തെ ഒരു വാർത്ത, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും മനസ്സിനെ ഒരു തളർത്തിയ ഒരു സംഭവമായിപ്പോയി അല്ലേ. അതായത് നമ്മുടെ തൊടുപുഴ, ഞങ്ങളുടെ നാട് കേട്ടോ, തൊട്ടടുത്ത് തന്നെയുള്ള സ്ഥലത്താണ്. നമ്മുടെ നമ്മുടെ ന്യൂസ് ചാനലും വൈറലായിട്ട് എല്ലാ രീതിയിലും ആ ന്യൂസ് എല്ലാവരുടെ മനസ്സിൽ ഇങ്ങനെ ഭയങ്കരമായിട്ടും മനസ്സിനെ കുലുക്കിയൊരു സംഭവമായിപ്പോയി. അപ്പം ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു അമ്മയാണ്. അപ്പം നമ്മുടെയൊക്കെ കാരണവന്മാർ നമ്മളെ കല്യാണം കഴിപ്പിച്ച് നമ്മളെ വേറൊരു വീട്ടിലേക്ക് നമ്മളെങ്ങനെ വിട്ടു. നമ്മൾ ആ വീട്ടിൽ ചെല്ലുമ്പോൾ ഭൂരിഭാഗം പെൺകുട്ടികളും സാമ്പത്തികമുള്ളവരായിക്കോട്ടെ സാമ്പത്തികം കുറഞ്ഞവരായിക്കോട്ടെ, ഏത് പെൺകുട്ടികളാണെങ്കിൽ പോലും ആ സ്വന്തം വീട് പോലെ ആ ഭർത്താവിൻ്റെ വീട്ടിലും നമ്മുടെ ഒരു സ്വന്തം വീട് എന്നുള്ളൊരു സങ്കല്പത്തിലാണ് അവർ കയറി വരുന്നത്. അങ്ങനെ അവർ എന്താ പറയുക, അങ്ങനെ താമസം തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു വേറൊരു സ്ഥലത്തുനിന്ന് ഒരു ചെടി പറിച്ച് നമ്മുടെ വീട്ടിലെ മണ്ണിൽ കൊണ്ടുവന്ന് നട്ട് ആ മണ്ണുമായിട്ട് അത് യോജിച്ച് പോകണമെങ്കിൽ നമ്മൾ ഒരുപാട് വളങ്ങളും വെള്ളവും ഒക്കെ നമ്മൾ ഒഴിച്ച് കൊടുക്കണം. അപ്പം നമ്മൾ വേറൊരിടത്തുനിന്ന് പറിച്ചുകൊണ്ട് വരുന്ന ചെടി അത് ചെന്ന് ചിന്തിച്ചാൽ മതി, ഒരു കല്യാണം കഴിച്ചുകൊണ്ട് വരുന്ന ഒരു പെൺകുട്ടി. പിന്നെ അതിലേക്ക് ആവശ്യമായ വെള്ളവും വളവും അതിന് പുഷ്ടിപ്പെടുത്തുന്ന മണ്ണും കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ അത് നന്നായിട്ട് തഴച്ച് വളർന്ന് അതിൻ്റെ ഫലം നമുക്ക് കിട്ടുള്ളൂ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഒരു ഭാര്യയ്ക്ക് ഏറ്റവും കൂടുതൽ ജീവിതത്തിലും എല്ലാ രീതിയിലും ആ ഭർത്താവിൻ്റെ സ്നേഹവും കരുതലുമാണ്. അല്ലാതെ പണമല്ല കേട്ടോ. പണം നമുക്ക് രണ്ടുപേർക്കും കൂടെ നമുക്ക് ഉണ്ടാക്കാം. പക്ഷേ ഭൂരിഭാഗം ആളുകളിൽ ഇന്നത്തെ ഒരു തലമുറ വെച്ചിട്ട് എനിക്ക് തോന്നുന്നു, കല്യാണം കഴിച്ചുകൊണ്ട് വന്നു, വൈഫ് അടിമയെ പോലെ വീട്ടിൽ പണിയെടുക്കുന്നു, മക്കൾ 2-3 മക്കളെ ഉണ്ടാക്കി വെക്കുക, പിന്നെ മക്കളെ നോക്കുക, അവരുടെ കാരണന്മാരെ നോക്കുക, വീട്ടിലെ പണികളും ചെയ്യുക. ശരിക്കും ഒരു അടിമത്തം എന്നുള്ള രീതിയിൽ ഒരുപാട് വീടുകളിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും തുറന്നു പറയാൻ നാണക്കേട് ഉണ്ടാവുന്നവരുണ്ട്, എല്ലാവരും പറയുന്നില്ല. ചിലരൊക്കെ ഇങ്ങനെ അടക്കി പിടിച്ച് ഇങ്ങനെ ഇരിക്കും. എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വിഷമങ്ങളുണ്ടെങ്കിൽ എൻ്റെ ഏറ്റവും അടുത്തപ്പെട്ട എൻ്റെ ഫ്രണ്ട്സിനോടാണ് ഞാൻ തുറന്നു പറയാറുണ്ട്, സങ്കടങ്ങൾ ഷെയർ ചെയ്യും. അവിടുന്ന് കിട്ടുന്ന നല്ലൊരു മോട്ടിവേഷനും കാര്യങ്ങളും കിട്ടുമ്പോൾ നമ്മളുടെ മനസ്സിനെ അത് കുറച്ചുകൊണ്ട് നമ്മളൊന്ന് ബാക്കിലേക്ക് ചിന്തിച്ച് അങ്ങനെയൊക്കെയാണ് നമ്മുടെ ലൈഫ് നമ്മളെല്ലാവരും കൊണ്ടുപോകുന്നത്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചെടിക്ക് ആവശ്യമായ എല്ലാ രീതിയും കൊടുക്കേണ്ട ഒരു ഭർത്താവിൻ്റെ വീട്ടുകാരാണ്. മീൻസ് ആ ഭർത്താവും അവരുടെ കൂടെയുള്ളവരും എല്ലാവരും ഒരുപോലെ തണലായി നിന്നെങ്കിലേ അത് നല്ല രീതിയിൽ എന്താ പറയുക ഫലം, അതായത് കായ്ക്കുകയും പൂക്കുകയും ഒക്കെ ചെയ്യുള്ളൂ. അപ്പോൾ എത്രത്തോളം ആ ഭർത്താവിൽ നിന്നുണ്ടായ ആ മക്കള് എങ്ങനെയാണ് സ്വന്തം അപ്പനെ എങ്ങനെയാണ് കാണുന്നത്, അതുപോലെ തന്നെയല്ലേ സ്വന്തം പെറ്റതിൽ ഒരു പടി സ്നേഹം മുമ്പിലായിരിക്കുന്ന ഞാൻ പറയത്തുള്ളൂ. കാരണം നൊന്ത് പ്രസവിച്ച ആ അമ്മ, ശരി അപ്പൻ്റെ റോൾ എന്താ, അപ്പനാണ്, ഇല്ലെന്ന് പറയണില്ല. ബട്ട് ആ അപ്പൻ ഒന്ന് ചിന്തിക്കണം, എന്നെ പോലെയാണ് എൻ്റെ കൊച്ചുങ്ങൾക്കും ആ അമ്മ എന്നുള്ള രീതിയിൽ ഭർത്താവിൻ്റെ മനസ്സിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു ചിന്താഗതികൾ കുറവാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ. അങ്ങനെ ഉള്ളിടത്താണ് ഈ പ്രശ്നങ്ങൾ മൊത്തം വരുന്നത്. അവരുടെ മുതൽ, അവരുടെ സമ്പത്ത്, എൻ്റെ വീട്, എൻ്റെ മക്കൾ, അവളെവിടുന്നോ വന്നു പണിയെടുക്കാൻ വന്ന ഒരു എന്താ പറയുക, ഒരു വേലക്കാരി 2 മക്കളെ ഉണ്ടാക്കി തന്നു, വീടെല്ലാം പണിതോണം പെടുന്നിട്ട് സത്യത്തിൽ ആ അമ്മയ്ക്കുണ്ടായ ഒരു ബുദ്ധിമുട്ടുകൾ നമ്മുടെ കേരളത്തിലല്ല എല്ലാവരും ഒന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ആ കുഞ്ഞുങ്ങളെ ആയിട്ട് ആ അമ്മ എത്രത്തോളം വിഷമിച്ചു. എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ 2 ദിവസം നമ്മുടെ ഫേസ്ബുക്കൊക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കിത് കണ്ട് സത്യം പറഞ്ഞാൽ നമുക്ക് തന്നെ മെൻ്റലി ഭയങ്കര
ഭയങ്കര ഒരു ഇതായിക്കൊണ്ടിരിക്കുകയാണ്, ഒരു സുഖമില്ല. നമ്മൾ രാവിലെ എഴുന്നേറ്റൊന്ന് ഫേസ്ബുക്ക് എന്തെങ്കിലും ഒന്ന് നോക്കിയാലും നമുക്കിതാ കയറി വരുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചുള്ള എൻ്റെ മനസ്സിന് ഭയങ്കര ഫീലാണ് കേട്ടോ. കാരണം ഇത് നടന്നു കഴിഞ്ഞ ശേഷം എത്ര വാതിൽ പോയി മുട്ടി, ഈ കാണുന്ന ആൾക്കാരും എല്ലാവരും കൂടെ ഉണ്ടായിട്ട് പോലും ആരും ഒരു കൂടപ്പിറപ്പായിട്ട് സ്വന്തക്കാരായിട്ടോ ഒന്നും കൈപിടിച്ചുയർത്തി ഒരു നല്ല രീതിയിൽ ആ അമ്മയും മക്കളെയും കൊണ്ടുപോകാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ഓർക്കുവാണ്. എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നുണ്ട്. കാരണം അതുകൊണ്ടല്ലേ എവിടെ ആരുടെ മുമ്പിൽ ഒരുപാട് സാമ്പത്തികം ഉള്ളിടത്ത് കെട്ടിച്ച് വിട്ട് കഴിഞ്ഞാൽ ചില പെൺകുട്ടികൾ ചിന്തിക്കും, ഓ ഇവർക്കൊരു നാണക്കേടാവുമല്ലോ, നമ്മൾ അവരോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പരദൂഷണമായി പോകും. ബട്ട് ഇവരുടെ സ്റ്റാൻഡേർഡിൻ്റെ പ്രശ്നം കൊണ്ട് ഒത്തിരി പേര് ഇത് ഹൈഡ് ചെയ്ത് ഡിപ്രഷൻ അടിച്ച് ഇങ്ങനെ കഴിയുന്നൊരു പെൺകുട്ടികൾ. ആ 2 പെൺമക്കളെ മാത്രം അമ്മ കൊണ്ടുപോയി. കാരണം ഇന്നത്തെ കാലത്ത് മക്കളെ ഇങ്ങനെയുള്ള ഉത്തരവാദിത്തം ഇല്ലാത്തവർ എങ്ങനെ ഏൽപ്പിച്ച് ആര് നോക്കും എന്നുള്ള ചിന്ത. കുഞ്ഞുങ്ങളും നിങ്ങളെല്ലാവരും ഒരു കാര്യം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇനി ആ അമ്മ റോങ് സൈഡാണ്, ആ അമ്മ ചെയ്യുന്ന തെറ്റാണെന്നുള്ളതൊരു 10-11 വയസ്സുള്ള കുട്ടികളാണ്. അവർക്ക് ആ തിരിച്ചറിവ് വന്ന സമയങ്ങളാണ്. അമ്മ ശരിയല്ലെന്നുണ്ട് ഒരിക്കലും ആ ഒരു സാഹചര്യത്തിൽ ഒരുമിച്ചിരുന്ന സമയത്ത് പിള്ളേർ ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ അവരുടെ മനസ്സിൽ പേടി, അമ്മേ നമുക്കിത് വേണ്ട എന്ന് പറഞ്ഞവർ പിന്തിരിയും. പക്ഷേ ആ കുഞ്ഞുങ്ങൾ ഇതിൻ്റെ യഥാർത്ഥം ഇത് മനസ്സിലാക്കിയിട്ട് ഒരു കെട്ടായിട്ട് നിന്ന് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ ഇത് എല്ലാ ഭർത്താക്കന്മാരും ഒന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. കാരണം ഇപ്പം ഞാൻ ആണുങ്ങൾ തന്നെ കുറ്റം പറയുന്നില്ല, നേരെ ഓപ്പോസിറ്റ് സംഭവിക്കുന്നുണ്ട്. എങ്കിലും ഭൂരിഭാഗം ആളുകളിൽ ഇങ്ങനെയൊക്കെയുള്ള കുടുംബങ്ങളിൽ നടക്കുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ മനസ്സിലാക്കണം, എൻ്റെ കുഞ്ഞത് മനസ്സിലാക്കുന്നുണ്ടല്ലോ, എൻ്റെ കുഞ്ഞിനത് ഫീലാകും. അപ്പം ഞാൻ അവളോട് അങ്ങനെ പെരുമാറരുത്. അവൾ എൻ്റെ ഒപ്പം നിന്ന് ജീവിക്കാൻ വന്ന ഒരു വ്യക്തിയാണ്. എന്നെപ്പോലെ തന്നെ എൻ്റെ കുഞ്ഞുങ്ങളെ കൈപിടിച്ച് കരകയറ്റി നടത്തേണ്ടവളാണ്. ഞാനില്ലെങ്കിൽ അവളല്ലെങ്കിൽ ഞാൻ എന്നുള്ളൊരു ബിന്ദല്ലത്. ഞാൻ അവളെ അങ്ങ് ഇല്ലാണ്ടാക്കി എൻ്റെ മക്കളെ അങ്ങോട്ട് അങ്ങനെ എങ്ങനെ സാധിക്കും? അപ്പം നമ്മളുടെയൊക്കെ ഈ ഒരു എന്താ പറയുക, ഈ ഒരു ചെറുപ്പങ്ങളിലൊക്കെ നമ്മൾ പറയുമോ നമ്മൾ പോയില്ലെങ്കിൽ വേറെ കെട്ടിയിട്ടോ അടുത്തത് കല്യാണം കഴിച്ചു വരുന്ന വൈഫ് നല്ലതായിരിക്കും എന്ന് എങ്ങനെ നമുക്ക് പറയാൻ പറ്റും? ആ വൈഫ് ആ കുഞ്ഞുങ്ങളെ നന്നായി നോക്കുന്ന എന്തുറപ്പിരിക്കും? അപ്പം സത്യത്തിൽ ആ അപ്പനുണ്ടായ എത്രത്തോളം തലതിരിഞ്ഞ ചിന്താഗതിയാണെന്ന് ഞാൻ ഒന്നും ആലോചിച്ചെങ്കിൽ അങ്ങേർക്ക് ഒരുപാട് കൂട്ടുകാരുണ്ട്. എത്രയൊക്കെയാണ് ഇങ്ങനെങ്കിലൊക്കെ ഏതെങ്കിലും ഒരു നല്ല ഫ്രണ്ട്സിനെ എങ്കിലും അവരത് ഷെയർ ചെയ്യാൻ എനിക്കറിയത്തില്ല. എനിക്ക് ഭയങ്കര ഓർത്തിട്ട് ഇതിനെന്ത് മറുപടി എനിക്ക് പറയേണ്ടതെന്ന് എനിക്ക് അറിയാൻ പാടില്ല. കാരണം ആ അമ്മയുടെ ദുഃഖം, ആ അമ്മയാണ് ശരി എന്ന് വിചാരിച്ചല്ലേ ആ കുഞ്ഞുങ്ങളും ആ അമ്മയുടെ കൂടെ. എന്തുകൊണ്ട് ഞാൻ പറയട്ടെ, ഇനിയുള്ള എല്ലാ അപ്പന്മാരിലും ഈ ഒരു ബോധം വരണം. ഞാൻ എങ്ങനെയാണ് ഈ മക്കളെ കാണുന്നത് അതുപോലെ തന്നെയാണ് ഒരു അമ്മയ്ക്കും അതേ റോൾ എന്ന ചിന്താഗതി സത്യം പറഞ്ഞാൽ നമ്മളുടെ ഇന്നത്തെ കാലഘട്ടത്തിലും എല്ലാവരിലും അത് വളരണം. എല്ലാവരും കല്യാണമൊക്കെ കഴിക്കാൻ ധൃതി കൂട്ടി കല്യാണം കഴിച്ചു. പക്ഷേ കല്യാണം കഴിച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു വേറൊരു ലൈഫിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ മുൻകൂട്ടി ചിന്തിക്കാം. എല്ലാവരും ഇന്നത്തെ ഡ്രിങ്ക്സിലും എല്ലാവരും കഴിച്ച് കഴിയുമ്പോൾ തന്നെ ഒരുപാട് വയലൻ്റ് ആകുന്ന ആൾക്കാരുടെ അടുത്ത് നമ്മൾ കുറച്ച് സൈലൻ്റായിട്ട് മിണ്ടാതിരിക്കാന്നുള്ളൂ എന്ന്. പിന്നെ ഇനിയെങ്കിലും എല്ലാവർക്കും ഒന്ന് കണ്ണ് തുറക്കണേന്നാ. കാരണം ഈ ഒരു കുടുംബത്തെ വെച്ച് ഈ ഒരു ഭർത്താവിനെ വെച്ച് തന്നെ മറ്റുള്ള ഭർത്താക്കന്മാർ ഒന്ന് അവരുടെ ലൈഫ് ഒന്ന് പിന്തിരിഞ്ഞ് നോക്കണം. ഞാൻ ശരിയാണോ? ഞാൻ ചെയ്യുന്നതും ശരിയാണോ? കറക്റ്റാണോ? അപ്പം ഇതുപോലെ തന്നെയാണോ ഞാൻ ഇന്നൊന്ന് ചിന്തിക്കേണ്ട ഒരു സമയമുണ്ട്. അപ്പം എല്ലാവർക്കും വേണ്ടിയിട്ടാണ് കേട്ടോ. എനിക്കിത് ഭയങ്കര ഒരു ഫീലായതുകൊണ്ട് എൻ്റെ മനസ്സിൽ നിന്ന് തട്ടിയ പോലെ ഒരു ഫീലിങ്സ് ആയതുകൊണ്ടാണ് ഞാനിത് എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പം എന്തായാലും ആ അമ്മയ്ക്കും കുഞ്ഞുങ്ങൾക്കും സ്വർഗത്തിൽ ദൈവത്തിൻ്റെ കൂടെയെങ്കിലും അവർ പാറി പറന്ന് നടക്കട്ടെ അല്ലേ?